ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ എൻ്റെ ട്യൂട്ടോറിയൽ റിയാക്ട് ട്യൂട്ടോറിയൽ ഫോർ ബിഗിനേഴ്സ് ആണ്. നമുക്ക് എങ്ങനെയാണ് ഒരു റിയാക്ട് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇതിന് റിയാക്ട് ചെയ്യാൻ വേണ്ടത് നിങ്ങളുടെ സിസ്റ്റത്തിൽ Node.js ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. നിങ്ങളുടെ സിസ്റ്റത്തിൽ Node.js ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയിട്ട് ലേറ്റസ്റ്റ് Node.js ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. Node.js ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം റിയാക്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് ഇതാണ്: npx create react app. പിന്നെ നമ്മൾ എന്താണോ ഫോൾഡർ നെയിം അത് കൊടുക്കുക. അത് നമ്മൾ ആദ്യം വേണ്ടത് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മളെ ലൊക്കേഷനിലേക്ക്, ഫയൽ ലൊക്കേഷനിലേക്ക് നാവിഗേറ്റ് ചെയ്യണം. cd എൻ്റെ ഫോൾഡർ നെയിം ഇതാണ്. അതിനുശേഷം ഇത് കൊടുക്കുക. നമുക്ക് npx create react app, നമ്മൾ എന്താണോ ഫോൾഡർ നെയിം അത് കൊടുക്കുക. ഞാൻ എൻ്റെ ഇത് കൊടുക്കുകയാണ്, വെബ് മലയാളം എന്ന് കൊടുക്കുകയാണ്. വെബ് മലയാളം റിയാക്ട് എന്ന് കൊടുക്കുകയാണ്. അത് കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. റിയാക്ട് ഇൻസ്റ്റാൾ ആവാൻ ഏകദേശം ഒരു 5 to 7 മിനിറ്റ് എടുക്കും. കണ്ടോ, നമ്മൾ ഫോൾഡർ ഇവിടെ ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബാക്കി ഫയൽസ് എല്ലാം ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാളേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പാക്കേജുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഇൻസ്റ്റാളേഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് അവരുടെ റിയാക്ടിൻ്റെ മെസ്സേജ് ഹാപ്പി ഹാക്കിങ് കണ്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത് റൺ ചെയ്യാൻ നമ്മളുടെ ഫോൾഡറിലേക്ക് നാവിഗേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് cd വെബ് മലയാളം റിയാക്ട് ഫോൾഡറിലെത്തി. ഇനി സ്റ്റാർട്ട് ചെയ്യാൻ, റൺ ചെയ്യാൻ വേണ്ടിയിട്ട് npm സ്റ്റാർട്ട് എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. അത് കൊടുത്തു. കണ്ടോ, ഓട്ടോമാറ്റിക്കായി റണ്ണായി. ബ്രൗസറിൽ അത് ഓപ്പൺ ചെയ്തു. ലോക്കൽ ഹോസ്റ്റ് 3000 എന്നുള്ള പോർട്ടലിലാണ് റിയാക്ട് ഡീഫോൾട്ടായിട്ട് റൺ ആവുന്നത്. അത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ലോഡാവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ലോഡായി. ഇപ്പോൾ ഡീഫാൾട്ടായിട്ട് ഒരു റിയാക്ട് ആയിട്ടുള്ള ഒരു ഐക്കൺ വെച്ചിട്ട് ഇങ്ങനൊരു പേജാണ് കിട്ടുക. ഡീഫാൾട്ടായിട്ടുള്ള കണ്ടന്റ് ആണ്. ഇനി നമുക്ക് ഫോൾഡറിൽ പോയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള നോക്കാം. ഇതാണ് നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ ഫോൾഡർ. ഉണ്ട് ഗിറ്റ് ഹബ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നോഡ് മൊഡ്യൂൾ, അതായത് നോഡിൻ്റെ ഒരുപാട് പാക്കേജുകൾ ഡീഫാൾട്ടായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. പിന്നെ പബ്ലിക്, ഇതിലാണ് നമ്മൾ ഇമേജസ് ഉണ്ടോ, ഈ ഫേവ് ഐക്കൺ, ഇവിടെയുള്ള ഈ ഫേവ് ഐക്കണൊക്കെ ഉള്ള അതിലാണ്. പിന്നെ index.html ഉണ്ട്. ഇതിലാണ് നമ്മൾ ഈ ഫേവ് ഐക്കൺ മാറ്റണമെങ്കിൽ അത് ടൈറ്റിലെല്ലാം കൊടുക്കേണ്ടത്. പിന്നെ സോഴ്സ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. ഇതിലാണ് നമ്മൾ ഫ്യൂച്ചറിൽ എഡിറ്റ് ചെയ്യേണ്ടത്. അതായത് index.js ആണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫയൽ. അത് വെച്ചാണ് ഇത് റൺ ആവുന്നത്. പിന്നെ ഇങ്ങനെ കുറച്ച് പാക്കേജുകൾ JSON ഫയലുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ടൈറ്റിൽ ഒന്ന് മാറ്റി വെക്കാം. ഇവിടെ റിയാക്ട് ആപ്പ് നടക്കുന്നുണ്ട്. അത് നമ്മൾ പേര് ആക്കുകയാണെങ്കിൽ ചെയ്യേണ്ട ഇതാണ്: നമ്മൾ പബ്ലിക് എന്നുള്ള ഫോൾഡറിൽ പോവുക, index.html ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് കിട്ടും, HTML ആയിട്ടുള്ള അതിൽ ഫേവ് ഐക്കൺ ഇങ്ങനെയാണ് കാൾ ചെയ്യുന്നത്. പബ്ലിക് ഫോൾഡറിൻ്റെ പാത്ത് ഇങ്ങനെയാണ് റിയാക്റ്റിൽ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഞാൻ കാണിച്ചത് റിയാക്റ്റിൽ നമ്മൾ കോഡ് എഡിറ്റ് ചെയ്താൽ
വളരെ ഫാസ്റ്റായിട്ട് അത് ബ്രൗസറിൽ ഷോ ആവും. ഞാനപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ മാറ്റിയാണ്. ടൈറ്റിൽ ഡീഫോൾട്ടായിട്ട് റിയാക്ട് ആപ്പ് എന്നുള്ളതാണ്. ഞാനത് വെബ് മലയാളം റിയാക്ട് എന്ന് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ജസ്റ്റ് വെബ് മലയാളം. നിങ്ങളിവിടെ ശ്രദ്ധിക്കണം, ഞാൻ സേവ് ചെയ്യാണ് Ctrl+S വെച്ചിട്ട്. അപ്പോൾ സഡൻലി അത് ചേഞ്ച് ആവും. ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടോ, അത് സഡൻലി ചേഞ്ച് ആയി. ഇവിടെ ഈ ഏരിയ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? ഇനി നമുക്ക് എങ്ങനെ ഈ കണ്ടന്റ് പേജിൽ ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ഇത്രയാണ് റിയാക്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുക. നമുക്ക് അതെങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതായത് റിയാക്റ്റിൽ സോഴ്സ് ഉണ്ട്, ഈ ഇൻഡെക്സ് റൂട്ട് ഇതിലുണ്ട്. എങ്ങനെയാണത് റിയാക്ട് ഫയൽ കാൾ ചെയ്യുന്നത്? ഐഡി റൂട്ട് ഫയൽ എന്ന് പറഞ്ഞാൽ റിയാക്റ്റിൽ index.js ആണ്. അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതിലെന്താണുള്ളത്? അതിൽ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ട് റിയാക്ട്, അതിൻ്റെ പാക്കേജ് റിയാക്ട് ചെയ്യണം, ഡോം എന്നുള്ള പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ CSS നമുക്ക് സ്റ്റൈൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് index.cs ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ആപ്പ് ഫ്രം ആപ്പ് എന്നുണ്ട്. അതായത് ഇങ്ങനെ റിയാക്റ്റിൽ എന്ത് കൊടുത്താലും ഇതിൻ്റെ എക്സ്റ്റൻഷൻ എല്ലാം ഓട്ടോമാറ്റിക് എടുക്കും. അതായത് ഈ ആപ്പ് എന്നുള്ളത് റിയാക്റ്റിൽ ഉദ്ദേശിച്ചത് ഇതാണ്, app.js ഉണ്ടല്ലോ, ആ ഫയലാണ്. പിന്നെ കുറച്ച് ഇമ്പോർട്ട് $സർവീസ് വർക്കർ, അതിൻ്റെ ശരിക്കും അതിൻ്റെ ഒരു ആവശ്യമില്ല. അത് വേണമെങ്കിൽ നമുക്ക് ഡീഫോൾട്ട് ആയിക്കൊണ്ട് അവിടെ നിൽക്കാം. അതിൻ്റെ ഉള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ കൊടുത്ത് രജിസ്റ്റർ, അത് കുറച്ച് റിയാക്ട് ഫാസ്റ്റ് ആക്കാനുള്ള ഓപ്ഷനാണ്. അത് ഫ്യൂച്ചറിൽ പഠിച്ചാൽ മതി. പിന്നെ ഇതാണ് മെയിൻ തിങ്സ്. ഈ JS ഫയലിൽ റെൻഡർ ചെയ്യുകയാണ്. അതായത് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ID റൂട്ട്. അപ്പോൾ അതായത് നമ്മൾ ഈ app.js ആണ് ഇതിൽ കാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ app.js ഓപ്പൺ ചെയ്തിട്ട് അതിൽ എഡിറ്റ് ചെയ്താലാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. ഇതുണ്ടല്ലോ റിയാക്ടിൻ്റെ ലോഗോ, ഈ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, അത് ചെയ്യണമെങ്കിൽ app.js ആണ് എഡിറ്റ് ചെയ്യേണ്ടത്. ഞാൻ എഡിറ്റ് ചെയ്ത് കാണാം. അതിൽ എഡിറ്റ് ചെയ്താൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആവുന്നുണ്ട്. അത് സഡൻലി ഓട്ടോമാറ്റിക്കായി റീലോഡ് ആവും. ഇത്രയും കാര്യങ്ങൾ. ഞാനിത് ഡീഫോൾട്ടായിട്ടുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയാണ്. സേവ് ചെയ്തു, കണ്ടോ കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി. ഞാൻ നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണം. വെൽക്കം ടു വെബ് മലയാളം കൊടുക്കാൻ. ഞാൻ HTML ടാഗ് ഒന്നും കൊടുക്കില്ല, ജസ്റ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. കേട്ടോ, അത് ഡിസ്പ്ലേ. അതായത് നിങ്ങൾക്ക് എന്ത് HTML കണ്ടന്റ് വേണമെങ്കിലും ഇങ്ങനെ ഈ പേജിൽ app.js ചേഞ്ച് ചെയ്താൽ മതി, അത് ഇവിടെ ഡിസ്പ്ലേ വരും. അപ്പോൾ ഇതാണ് റിയാക്റ്റിലുള്ള സ്റ്റാർട്ടിങ്. ഇനി എൻ്റെ അടുത്ത ട്യൂട്ടോറിയൽ ഞാൻ എങ്ങനെയാണ് പുതിയ പേജസ് ആഡ് ചെയ്യുക, HTML ഓൾറെഡി ഉള്ള വെബ്സൈറ്റ് എങ്ങനെ റിയാക്റ്റിലേക്ക് മാറ്റാം, API എങ്ങനെ കണക്ട് ചെയ്യാം, എങ്ങനെ ബിൽഡ് ചെയ്യാം, എങ്ങനെ സെർവർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓരോരോ ട്യൂട്ടോറിയൽ ഇടും. അതായത് നെക്സ്റ്റ് ട്യൂട്ടോറിയലിൽ എങ്ങനെ പുതിയ പേജ് ഉണ്ടാക്കുക ഞാൻ പറഞ്ഞു തരിക, റിയാക്ട് റൗട്ടിങ്. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.